ഹലോ. അതെ, ഞാനിപ്പോൾ വയനാട്ടിലാണുള്ളത്. എൻ്റെ ഉപ്പൻ്റെ പെങ്ങളെ വീട്ടിലെ സംഭവം ഞാനുള്ളത്. ഇനി കുറച്ച് ദിവസം നമുക്ക് വയനാട്ടിലത്തെ വീഡിയോസും വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഇനി ഞാൻ നാട്ടിൽ പോയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ അങ്ങോട്ട് പറയാം. ഇത് നമുക്ക് കുറച്ച് തോനെ പരിപാടി ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മളൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യിപ്പിക്കാൻ കൊടുത്തിരുന്നു. അപ്പോൾ അതെന്തായി, അവർ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിലേക്ക് പോയിരുന്നു. അത് സെറ്റായിട്ടില്ല, അവർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം നമുക്ക് 25-നാണ് കിട്ടേണ്ടത്. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കി. നല്ല ഭംഗിയുള്ള സാരി, ഭയങ്കരമായിട്ട് ഹാൻഡ് വർക്കൊക്കെ ചെയ്ത സാധനങ്ങളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അവിടുത്തെ ഓരോ സംഭവങ്ങളും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് പരാഗിലേക്കാട്ടോ. നമുക്ക് കുറച്ച് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നോക്കാനും വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി നോക്കിയപ്പം ആ ഒരു കളർ ഓഫ് മെറ്റീരിയൽ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഡിഫറെൻറ്റ് കളറാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ലേസ് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ നേരെ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കൽപ്പറ്റയിൽ സ്ഥിതി ചെയ്യുന്ന മയിലാടിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പം ഫസ്റ്റ് ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ ചോദിച്ച് അങ്ങോട്ട് പോയി. ഫസ്റ്റ് റോഡൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് മോശം റോഡായിരുന്നു. പിന്നെ ഞങ്ങൾ അത് അവിടേക്ക് വെച്ച് ബൈക്ക് അവിടെ താഴെ നിർത്തി ഞങ്ങൾ നേരെ കാൽനട യാത്ര അങ്ങോട്ട് ചെയ്തു. നടക്കുന്ന നേരെ ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെച്ചാൽ നോക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നേ. ഈ ഒരു സാധനത്തിന് നിങ്ങൾക്ക് അറിയോ, ഇത് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി നമ്മളെ വിറപ്പിക്കണ ഒരു സാധനമില്ലേ, അതാണ് ഇത്. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട്. പിന്നെ ഇവിടേക്ക് എന്ന് പറയുന്നത് എൻട്രൻസ് എന്ന് പറയുന്നത് രാവിലെ 10 to 6 മണി വരെയാണ്. എൻട്രൻസ് ഫീ ഒരാൾക്ക് 20 രൂപയാട്ടോ. അങ്ങനെ ഞങ്ങൾ മേലോട്ട് കയറിയപ്പോൾ സത്യം പറയട്ടെ, വലിയ ഈ ആന പോലത്തെ വലിയ പാറ, നല്ല ഭംഗിയുണ്ട്, നല്ല വ്യൂ കാണാനും അവിടെ ഈ ഒരു കുട്ടിക്കുളമുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട് അവിടെ കാണാനും വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ടെമ്പിളാണ്, ജൈനക്ഷേത്രം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ഈ മലൻ്റെ മുകളിലായിട്ട് തന്നെ നമ്മളെ ഈ ബുദ്ധൻ്റെ കാൽപ്പാടുണ്ട് കേട്ടോ. ഇത് ഞാൻ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ കസിൻ ഉണ്ട്. ഈ ഒരു ചെടീൻ്റെ ഇതെന്താ പറയാന്ന് എനിക്കറിയില്ല, കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ഇടേണ്ടി. അത് പഠിച്ചിട്ട് നമ്മൾ ചെറുപ്പത്തിൽ കളിക്കലുണ്ടായിരുന്നു. ഈ പുഷു ആണോ സൂര്യനാണോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒന്ന് ചുമ്മാ നോക്കി. ഇതാണ് അവിടെ ഇരുന്നിട്ടുള്ള വ്യൂ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ മിക്ക സ്ഥലവും കാണാൻ പറ്റും. നല്ല ശാന്തമായുള്ള സ്ഥലം. ഈ വെള്ളത്തിൻ്റെ അടിയിലുണ്ട് ചെറിയ ചെറിയ പുല്ലുകളെ, അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് തന്നെ ഏകദേശം 5:40 6 മണിയാകുമ്പോൾ അടിക്കല്ലോ. പക്ഷേ എങ്കിൽ കുറച്ചുകൂടി സമയം നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 6 മണി കറക്റ്റ് പോലെ അടിച്ചിട്ട് ഒരു കുട്ടി മല കയറണം. അതിൻ്റെ മുകളിലാണ് ഈ ബുദ്ധൻ്റെ കാൽപ്പാട് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ അതും കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ സ്ഥലത്തൊക്കെ പോകുന്നത് കാണാം. ഇനി കുറച്ച് വയനാട്ടിലത്തെ വിശേഷങ്ങൾ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്സ് ഒന്നും മറക്കണ്ട കേട്ടോ.